ഹായ് ഓൾ വെൽക്കം ടു ഷാസ് വേൾഡ്. നമ്മൾ സോയാ ചങ്ക്സ് വെച്ചിട്ട് പല റെസിപ്പീസും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് സോയാ ചങ്ക്സ് വെച്ചിട്ടുള്ള നല്ലൊരു റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്കതെങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് അറിയാനായിട്ട് നേരെ നമ്മുടെ വീഡിയോയിലേക്ക്. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഇത് ഏകദേശം ഒരു 2-3 ടേബിൾ സ്പൂൺ നെയ്യ് ഉണ്ടായിരിക്കും. നെയ്യിലാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിന് പകരം ഓയിൽ യൂസ് ചെയ്യാം. ഇതിലേക്ക് ചെറിയ കഷ്ണം പട്ടയും ഒരു 5-6 ഏലക്കയും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു സവോള ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. സവോളൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനിയിപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഉള്ളിയൊക്കെ ഒന്ന് കുക്കായി വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ളൊരു അരപ്പ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു തക്കാളി, കുറച്ച് മല്ലിയില, കുറച്ച് പുതിന, ഒരു 3-4 വെളുത്തുള്ളി, ഇതെല്ലാം കൂടെ ഗ്രൈൻഡറിലിട്ടിട്ട് വെള്ളമൊന്നും ഒഴിക്കാതെ നല്ല പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഒരു അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിലെ വാട്ടർ കണ്ടൻറ്റൊക്കെ വറ്റി നല്ലപോലെ എണ്ണ തെളിഞ്ഞ് വരുന്നത് വരെ നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ അരപ്പൊക്കെ നല്ല പോലെ എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല വാട്ടർ കണ്ടൻറ്റൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു ചെറിയൊരു ഉരുളക്കിഴങ്ങും ഒരു ചെറിയൊരു ക്യാരറ്റും കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നത് കൊണ്ട് മാക്സിമം വെജിറ്റബിൾസ് എത്തിക്കോട്ടെ വിചാരിച്ചിട്ടാണ്. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട, അതിലുള്ള വെള്ളം തന്നെ മതി. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒന്നൊരു പകുതി കുക്കായി വന്നാൽ മതി. ബാക്കി റൈസിൻ്റെ കൂടെ കിടന്ന് കുക്കായിക്കോളും. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് സോയാ ചങ്ക്സ് ആണ്. അപ്പോൾ ഞാനിപ്പം ഏകദേശം 1 കപ്പ് സോയാ ചങ്ക്സ് എടുത്തിട്ട് അതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ചൂടാറി വരുമ്പം നല്ലപോലെ 2-3 പ്രാവശ്യം വെള്ളം ഒഴിച്ച് പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണ്. അതും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ ഒരു മസാലയും സോയാ ചങ്ക്സും എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സായി വരട്ടെ. ഇനിയിപ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം ഇതിലേക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3/4 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ഒരു 1/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ മസാലയുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ജീരകശാല അരിയാണ്. ഏകദേശം 2 കപ്പ് ജീരകശാല അരി നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിൻ്റെ വെള്ളം ഒന്ന് വാർത്തെടുത്തിട്ടുള്ളതാണിത്. ഇനിയിപ്പോൾ ഇതൊരു 2-3 മിനിറ്റ് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് നല്ല ചൂടുള്ള വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ 1 കപ്പ് അരിക്ക് 2 കപ്പ് എന്നുള്ള അളവിലാണ് ഞാനിപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അത് ഏകദേശം 2 കപ്പ് ജീരകശാല അരി നമ്മൾ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഒരു 4 കപ്പ് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ ഒഴിച്ചെടുത്തതിന് ശേഷം വീണ്ടും ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഈ ഒരു സമയത്ത് നമുക്കിതിൻ്റെ ഉപ്പൊക്കെ നോക്കണം കേട്ടോ. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണം. നമ്മളെപ്പോഴും ഇങ്ങനെയുള്ള റൈസൊക്കെ കുക്ക് ചെയ്യുമ്പം ഉപ്പ് കുറച്ച് ഫ്രണ്ടിൽ നിൽക്കുന്ന പോലെ തോന്നണം. അപ്പോഴാണ് കുക്കായി വരുമ്പോൾ നല്ല കറക്റ്റ് ഉപ്പായിട്ട് കിട്ടുള്ളൂ. അപ്പം ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ റൈസൊക്കെ നല്ല പോലെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഈ ഒരു സമയത്ത് ഇതിലേക്ക് കുറച്ച് നെയ്യ് ഇതിൻ്റെ മേലൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. ആ അരിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആവാനും നല്ലൊരു ഗീയുടെ ഫ്ലേവർ കിട്ടാനും വേണ്ടിയിട്ടാണ്. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ റൈസൊക്കെ എല്ലാം കൂടെ റൈസും അതുപോലെ സോയാ ചങ്ക്സും മസാലയും എല്ലാം കൂടെ ഒന്ന് മിക്സായി വരാൻ വേണ്ടിയിട്ടാണ്. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഇപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിലൊന്ന് എഴുതി അറിയിക്കുകയും കൂടി ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ മേലെ കുറച്ച് മല്ലിയില ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടുള്ളത് ഒരു ഗാർണിഷിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ കുറച്ച് സോയാ ചങ്ക്സ് എടുത്തിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതും കൂടെ ഇതിൻ്റെ മേലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും നിർബന്ധമല്ല, ഞാനൊരു ഭംഗി കിട്ടാനും വേണ്ടിയിട്ട് കൂടെ എടുത്തിട്ടുള്ളതാണ്. ഇങ്ങനെ ഇതൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സോയാ ചങ്ക്സ് വെച്ചിട്ടുള്ള റൈസാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിലും കൂടെ എഴുതി അറിയിക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെ നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കാണാൻ. ബൈ.